ഓണത്തിന് ശർക്കര വരട്ടിയും കായ വരട്ടിയൊക്കെ കഴിക്കുന്നതിൻ്റെ കൂടെ കറുമുറ കഴിക്കാനൊരു ചീടയും കൂടെ ഉണ്ടാക്കി. 2 കപ്പ് ഒട്ടും തരിയില്ലാത്ത അപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി എടുത്തു. ഇതിലേക്ക് തരിയില്ലാത്ത ഉഴുന്നുപൊടിയും കൂടെ വേണം. ഉഴുന്ന് ചെറിയ തീയിൽ വെച്ച് സ്വർണ്ണ നിറാകുന്നവരെ വറുത്ത് തണുക്കുമ്പോൾ പൊടിച്ച് അരിച്ചെടുത്ത് ഒട്ടും തരിയില്ലാതെ അരിപ്പൊടിയിലേക്ക് ഇട്ടു. പിന്നെ അരക്കപ്പ് തേങ്ങയിലേക്ക് 1 സ്പൂൺ ജീരകം കൂടി ഇട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് തരിയില്ലാതെ അരച്ചെടുത്ത് ഇതിലേക്ക് ഇട്ടു. ജീരകം ഇട്ട് അരച്ച് എങ്കിലും 1/2 സ്പൂൺ ജീരകം കൂടി ഇടുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ എള്ളും 1/4 ടീസ്പൂൺ ഉപ്പും 1 സ്പൂൺ വറുക്കാനെടുക്കുന്ന എണ്ണയും കൂടി ഒഴിച്ച് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുത്തു. 1 കപ്പും 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് എടുത്ത്. ഇനി ചെറിയ അരിനെല്ലിക്ക വലിപ്പത്തിൽ അധികം സ്മൂത്താക്കാതെ ഉരുട്ടിയെടുത്തു. വെളിച്ചെണ്ണ നല്ലോണം ചൂടായപ്പോൾ ആദ്യം ഒരെണ്ണം ഇട്ട് പൊട്ടുന്നില്ല എന്ന് ഉറപ്പുവരുത്തി. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ എണ്ണയിലേക്ക് ഇട്ടു. എണ്ണേൻ്റെ പതയൊന്നും ഒതുങ്ങുന്നവരെ ഇളക്കിയില്ല, നല്ല തീയിൽ തന്നെ വെച്ചു. പിന്നെ തീ കുറച്ച് വെച്ച് ഇളക്കിയിട്ട് ഫ്രൈ ആക്കി. നല്ല കിലുകില ശബ്ദം വരും വരെ വറുത്തു, നല്ലൊരു ഗോൾഡ് കളറാവും വരെ. എന്നിട്ട് കോരി. അധികം വെള്ളം ചേർത്ത് കുഴയ്ക്കാതെയോ തരിയുള്ള പൊടിയോ തേങ്ങയോ ചേർക്കാതെയോ പിന്നെ ഉരുള അധികം സ്മൂത്താക്കാതെ ആവി പുറത്തേക്ക് പോകാൻ പാകത്തിന് ഉരുട്ടിയാലേ പൊട്ടിത്തെറിക്കാതിരിക്കുള്ളൂ എന്നാണ് കരുതിയേ. പക്ഷെ പൊട്ടിത്തെറിച്ചോ, കൈയും മുഖമൊക്കെ പൊള്ളി. അതുകൊണ്ട് എല്ലാവരോടും ഇത് ഉണ്ടാക്കണമെന്ന് പറയുന്നില്ല. ഞാനിനി എന്തായാലും ഉണ്ടാക്കില്ല. ഉണ്ടാക്കുന്നവർ ഇതൊക്കെ മനസ്സിൽ വെച്ച് ശ്രദ്ധിച്ച് വേണം ഉണ്ടാക്കാൻ. ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറ്റിയെന്നാണ് വിചാരിക്കുന്നത്? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.